പ്രൈസ് ദി ലോർഡ്. ഇനി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം ശിക്ഷിക്കുമെന്ന ധാരണ അനേകരിൽ രൂഢമൂലമായി കിടക്കുന്നതുകൊണ്ട് എത്ര നമ്മൾ പറയുമ്പോഴും അതിനെ അത് ശിക്ഷിക്കുകയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അവരുടേതായ ചില അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരികയാണ്. ദൈവം ശിക്ഷിച്ച അനുഭവം എനിക്കുണ്ട്. ഞാൻ കുളത്തുവയലിൽ ധ്യാനിപ്പിക്കുമ്പോൾ കുളത്തുവയലൊരു ടീമിനെ ഓർക്കിച്ചൻ ടീം അംഗങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ അവരെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ച് ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. അതിനകത്ത് അന്നത്തെ കാലത്തെ വലിയ വരദാനങ്ങളുള്ള ജോസ് കാപ്പൽ തുടങ്ങിയ ഒത്തിരി ആളുകൾ അവിടെ ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവം ശിക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്താലും ഒരു വിഭാഗത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്നോട് അതിലൊരാൾ പറഞ്ഞു, വരദാനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞു, പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയാം, ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഗ്രൂപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കൊരു സന്ദേശം കിട്ടി. ഞാൻ ആ സന്ദേശം പറയേണ്ട ആളോട് പറഞ്ഞു, നിൻ്റെ കിണറിൻ്റെ ഭാഗത്തുള്ള ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് നീ ഒരു 10-15 നേരം ഇന്ന് സ്തുതിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവനത് ചെയ്തില്ല. രണ്ടാമത്തെ ദിവസം കണ്ടപ്പോഴും നീ അത് ചെയ്തെന്ന് ചോദിച്ചു, ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്തേ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് അത്രയും സമയം കിട്ടിയില്ല, ചെയ്യണം എന്ന് പറഞ്ഞു. അല്ല, ഇന്ന് തന്നെ അത് ചെയ്തേക്കണം. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇവൻ ചെയ്തില്ല. മൂന്നാമത്തെ ദിവസം ഒരൊറ്റ മഴയും കാറ്റും ഇടിയും കൂടെ വന്നിട്ട് ആ നിറഞ്ഞ് കായുണ്ടായിരുന്ന തെങ്ങ് ഇടി വെട്ടിപ്പോയി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് ദൈവം ചെയ്ത ശിക്ഷയല്ലേ? ഈ പറഞ്ഞ കുളത്തുവയിലെ ടീമിൽ ഒരാൾ ചോദിച്ചു എന്നോട്, ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട്, സന്ദേശം അനുസരിക്കാത്തതുകൊണ്ട് ദൈവം ഒരു പാഠം പഠിപ്പിച്ചതല്ലേ, ശിക്ഷിച്ചതല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ഒരു ഇടി വന്ന് അവിടെ ഒരു നാശം ഉണ്ടാകുമെന്ന് അറിയാവുന്ന ദൈവം അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു കൃപയുടെ സംരക്ഷണം ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ അവിടെ നിന്ന് കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപ പ്രസരിക്കുകയും അവിടെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ആ ഇടി അവിടുന്ന് ഉപദ്രവമില്ലാതെ മാറിപ്പോവും. പക്ഷെ നീ അത് ചെയ്തില്ല. രണ്ടാം ദിവസം നിന്നോട് പറഞ്ഞിട്ടും നീ അത് ചെയ്തില്ല. അതുകൊണ്ട് ദൈവം എത്ര രക്ഷിക്കാൻ നോക്കിയിട്ടും നീ അതിനോട് സഹകരിക്കാത്തതുകൊണ്ട് ഈ ഒരു ഡിസോർഡർ അവിടെ ഇടിയായിട്ട് വെട്ടുകയും നിൻ്റെ തെങ്ങ് പോവുകയും ചെയ്തു എന്നാണ് ഞാനതിനെ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ശിക്ഷയായിട്ട് കാണുന്നോ, അതോ ദൈവത്തിൻ്റെ ആ രക്ഷിക്കുന്ന നടപടിയോട് സഹകരിക്കാത്തതുകൊണ്ട് ഒരു ഡിസോർഡറിൽ പെട്ടുപോയിട്ട് കാണുന്നോ? പ്രൈസ് ദി ലോർഡ്. ഇത് വാസ്തവത്തിൽ പലരും ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണത്. അതാണ് കർത്താവ് പറഞ്ഞത്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ കുറ്റമറ്റതായിരിക്കും. അതിന് അനേക അർത്ഥങ്ങളുണ്ട്. കണ്ണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ദർശനം, നിൻ്റെ കാഴ്ചപ്പാട്. ഈ 2 തരം കാഴ്ചപ്പാടുണ്ട്. ഒന്ന് ദൈവം കാണുന്ന കാഴ്ചപ്പാട്, മറ്റൊന്ന് മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാട്. ഈശോ പറഞ്ഞു പത്രോസിനോട്, നമ്മളിപ്പോൾ ജെറുസലത്തേക്ക് പോവുകയാണ്, അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി എന്നെ ബന്ധിക്കും, എന്നെ മർദ്ദിക്കും, കുരിശ് തറച്ച് കൊല്ലും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പത്രോസ് എന്ത് പറഞ്ഞു? ദൈവം കനിയട്ടെ കർത്താവെ, നിനക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ? പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. കാരണം എന്താ? നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. നിന്റെ കാഴ്ചപ്പാട്, നീ ഈ സംഭവത്തെ നോക്കിക്കാണുന്ന രീതി ഒരു അധപ്പതിച്ച മനുഷ്യൻ നോക്കിക്കാണുന്ന രീതിയാണ്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടല്ല. അപ്പം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലും നമുക്ക് കാണാം. നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എല്ലാത്തിനെയും ഇൻ്റർപ്രറ്റ് ചെയ്യാം, വ്യാഖ്യാനിക്കാം. ശരിയായ ഒരു കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കാം, തെറ്റായ ഒരു കാഴ്ചപ്പാടിലും വ്യാഖ്യാനിക്കാം. ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർന്ന ശൂന്യാകാശത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചപ്പാടെന്താ? മറ്റൊന്നാ അല്ലേ? അപ്പം ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയാൽ നമ്മുടെ
പ്രശ്നങ്ങളെല്ലാം തീരും. അത് വിശ്വാസത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കും. അപ്പം ദൈവം ശിക്ഷിക്കുകയല്ല, ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ആ വ്യക്തിയോട് നീ കുറച്ച് നേരം ആ തെങ്ങിൻ്റെ വീട്ടിൽ ആ കിണറിൻ്റെ അടുത്ത് നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ആ രക്ഷിക്കുന്ന നടപടിയിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ ഒത്തിരി കാഴ്ചപ്പാടുകൾ നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഉള്ള അടുത്ത നടപടി അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അതിന് കാരണം ദൈവം ശിക്ഷിക്കുമെന്ന് വിശ്വസിച്ച ഒരു ജനത്തിൻ്റെ ഇടയിലാണ് ദൈവം കടന്നു വന്നത്. എന്നിട്ട് പയ്യാണ് അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നത്. അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലുള്ളൊരു സമൂഹത്തിലേക്കല്ലേ ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പം ഈശോയുടെ കാര്യം തന്നെ എടുക്കുക. ഈശോയുടെ ജീവിതത്തിൽ പോലും നമുക്ക് ഈ വികാസ പരിണാമം കാണാൻ പറ്റും. പ്രബോധനത്തിൽ കാണാൻ പറ്റും, പ്രവൃത്തിയിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈശോ ആദ്യം ചെയ്ത അത്ഭുതം എന്തായിരുന്നു? കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതാണ് ആദ്യത്തെ അത്ഭുതമായിട്ട് യോഹന്നാൻ പറയുന്നത്. പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ എന്നാൽ തന്നെയും ആദ്യത്തെ അത്ഭുതമായിട്ട് യോഹന്നാൻ പറയുന്നതാണ്. അപ്പോൾ ഇത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഈശോ കാണിച്ച ഒരു അടയാളമാണെന്നാണ് പറയുന്നത്. അവൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. അപ്പോൾ അടയാളമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു അടയാളമാണ്, ഏറ്റവും ആരും അറിയാത്ത ഒരു അടയാളമാണ് അവിടെ കാണിച്ചത്. കുറച്ച് പേരല്ലേ അറിഞ്ഞുള്ളൂ. കാരണം പരിചാരകർ മാത്രമേ അറിഞ്ഞുള്ളൂ. പരിശുദ്ധ അമ്മയും പരിചാരകർ മാത്രമേ അറിഞ്ഞുള്ളൂ. മണവാളൻ പോലും അറിഞ്ഞില്ല, മറ്റാരും അറിഞ്ഞില്ല. അപ്പോൾ ഏതാനും പേരെ മാത്രം അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ അത്ഭുതം എന്ന് വേണേൽ പറയാം. കാരണം വേണമെങ്കിൽ സംശയിക്കാം, ഇനിയിപ്പം ഈ കോരിക്കൊണ്ട് വന്ന മറ്റുള്ളവർക്കേ ഇത്. അപ്പം ഞാൻ പറഞ്ഞത് ചെറിയത്തെ തുടങ്ങി, എന്നിട്ട് പയ്യെ വലിയത്തിലേക്ക് പോവുക ചെയ്യുന്നു, വിശ്വസിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. എത്ര പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്? 3 പേരെ ഉയർപ്പിച്ചിട്ടാണ്. ആദ്യം ഉയർപ്പിക്കുന്ന ആരെയാ? ജയറോസിൻ്റെ മകളെയാണ്. അപ്പം ജയറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് മരിച്ചിട്ട് ചൂടാറുന്നതിന് മുമ്പാണ്. അപ്പം അത് വാസ്തവത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ വളരെ ന്യായം കുറവാണ്. കാരണം പലരും വിശ്വസിച്ചില്ല, മരണത്തോടടുത്ത് കിടന്നുള്ളൂ എന്നാണ്. രണ്ടാമത്തെ വിധവയുടെ മകൻ അത് മരവിച്ച് സംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോഴാണ്. അപ്പോൾ ഏതാണ്ട് ഇത് മരിച്ച ഒരാൾ തന്നെ ആയിരുന്നു, ഇത് സംശയിക്കണ്ട. എന്നാലും ചിലർ അവൻ തളർന്ന് കിടന്നുള്ളായിരിക്കും, ശരിക്കും മരിച്ച അവനായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ. മൂന്നാമത്തേതോ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അഴുകിയ ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും സംശയത്തിൻ്റെ ഒരു ചെറിയ തരിയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം മരിച്ചവനെ ഉയർപ്പിച്ചു എന്നുള്ളത് അനിഷേധ്യമായ രീതിയിൽ വലിയൊരു സംഭവമായിട്ട് ഈശോ ചെയ്യുന്ന ലാസറിനെ ഉയർപ്പിച്ചപ്പോഴാണ്. അവിടെ പറയുന്നു, ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അനേകം പേർ അവനിൽ വിശ്വസിച്ചു. വരാനിരിക്കുന്ന രക്ഷകൻ ഇവൻ തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഇവൻ തന്നെയാണ് എന്ന് അനേകർ വിശ്വസിക്കാൻ കാരണമായി. ഈ അനേകർ അവനിൽ വിശ്വസിച്ചപ്പോഴാണ് പ്രധാന പുരോഹിതന്മാരും സമുദായ നേതാക്കന്മാരോട് ഒന്നിച്ചുകൂടിയിട്ട് പറഞ്ഞത്, ഇനി ഇവനെ മുന്നോട്ട് വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. റോമാക്കാർ വന്ന് നമ്മളെ അടിച്ച് നിരത്താക്കും. എന്താ അതിന് കാരണം? ഇനിയും ഈശോയെ മുന്നോട്ട് വിട്ടാൽ റോമാക്കാർ വന്ന് നമ്മളെ ശരിപ്പെടുത്തുന്ന പറയാൻ കാരണം എന്താ? അതിന് കാരണം ഇതാണ്, റോമാക്കാർ ഈ യഹൂദ മത സംഘടനകളെ സഹിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അവരുടേതായ നിയമങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റോമിലെ ചക്രവർത്തി അയക്കുന്ന ആ ഗവർണറുണ്ടല്ലോ, പിലാത്തസിനെ പോലുള്ളവർ, അവർ എഴുന്നള്ളി വരുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുകയാണ്, ഇവർക്ക് വിഗ്രഹങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചക്രവർത്തിയുടേതായ ഒരു വിഗ്രഹമാണെന്ന് തോന്നുന്നു ഒന്നും കൊണ്ടുവന്നേക്കരുത്, ഞങ്ങളുടെ ജനമുള്ളതും. അതുകൊണ്ട് എല്ലാ തരത്തിലും ഈ യഹൂദ ജനം വളരെ കഷ്ടപ്പെട്ടാണ് ഈ അടിമത്തത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ജനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാകാൻ വേണ്ടി ഒരു കാത്തിരിക്കുക. യഹൂദ മതത്തിലൊരു ഡിവിഷൻ ഉണ്ടാകണം. ഡിവിഷൻ ഉണ്ടാകുന്നിടത്താണല്ലോ ഭരണാധികാരികൾക്ക് ഇടപെടാൻ പറ്റുന്നത്. ആഭ്യന്തര യുദ്ധം പോലെ അല്ലേ?
അപ്പം അങ്ങനെയാണെങ്കിൽ യേശു വന്നു, യഹൂദന്മാരിൽ ഒരു ഗണം യേശുവിനെ നേതാവായിട്ട് അംഗീകരിച്ച് ഒരു ഡിവിഷൻ ഉണ്ടായാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുതലെടുത്തിട്ടാണ് റോമാക്കാർ വന്ന് യഹൂദർക്ക് അനുവദിച്ചിരിക്കുന്ന അധികാരങ്ങളെല്ലാം പിൻവലിച്ച് മറ്റേതൊരു പ്രോവിൻസും പോലെ ഈ പറയുന്ന ആ പ്രോവിൻസും ആക്കി തീർക്കും. അപ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പേടിയായിരുന്നത്. അതുകൊണ്ട് റോമാക്കാർ വന്ന് നമ്മളെ തിരുപ്പെടുത്തി കളയെന്ന് പറയുന്നതിന് കാരണം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈശോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിച്ചത് പടിപടിയായിട്ടുള്ള വികാസ പരിണാമത്തിലൂടെയാണ്. ആദ്യം തന്നെ വന്നിട്ട് ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കുന്ന ആ സംഭവം നടന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് പോകും. അതുകൊണ്ട് പടിപടിയായിട്ട് ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് വിശ്വസിപ്പിച്ച് നോക്കിയിരുന്ന് കാണാമെന്ന രീതിയിൽ അവസാനം ആ വലിയ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലെ വികാസ പരിണാമങ്ങളാണ്. മറ്റ് എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഫറവോയുടെ ഹൃദയം കഠിനമാകുന്നു, ദൈവത്തെ തിരസ്കരിക്കുന്നു, ധിക്കരിക്കുന്നു. ആ ധിക്കാരവും തിരസ്കാരവും എല്ലാം വാസ്തവത്തിൽ അവിടെ ഒരു വലിയ ഡിസോർഡർ വരാനായിട്ടുള്ള ന്യായമായ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. കാരണം ഒരു ഭരണാധികാരി ദൈവത്തിനെതിരായി നിൽക്കുമ്പോൾ, അത്രയും ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് തീർച്ചയായിട്ടും ഒരു ഡിസോർഡറിനെ സ്വീകരിക്കേണ്ടി വരാം. അത് ദൈവം പോസിറ്റീവായിട്ട് കൊടുക്കുക എന്നതിനേക്കാൾ അന്നത്തെ ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഉദാഹരണത്തിന് അനനിയ ശപ്പീറ, അവർ മരിച്ചു വീഴുന്നു. ഒരു വലിയ നുണ പറഞ്ഞവർ, നിസ്സാരമായിട്ടല്ല പറഞ്ഞത്, സഭാസമക്ഷം വന്ന് ആണയിട്ട് ഒരു മഹാനുണ പറഞ്ഞു. ഈ നുണ പറയുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന സംഘർഷം ഉണ്ടല്ലോ, ഭയാനകമായൊരു സംഘർഷം ഉണ്ടാകും. ആ സംഘർഷം വേണമെങ്കിൽ ഹൃദയാഘാതത്തിന് കാരണമാകാം. പക്ഷെ അന്ന് കണ്ടവരെ ഒരു ശിക്ഷയായിട്ട് കണ്ടിരിക്കാം. കാരണം അങ്ങനെ കണ്ടാലേ അന്നത്തെ ആൾക്ക് അത്രയും കാണാൻ ഈ ജ്ഞാനബോധം ഉണ്ടായിട്ടുള്ളൂ. ഷപ്പീറായി അത് തന്നെ വന്ന് അതുപോലെ തന്നെ പറഞ്ഞു, അവൾക്കും അത് തന്നെ സംഭവിച്ചു. അപ്പം അത് ദൈവം പോസിറ്റീവായിട്ട് അടിച്ചു വീഴിച്ചു എന്ന് പറയുന്ന കേസുകളും ഉണ്ട്. പളവ് പറഞ്ഞപ്പോൾ ഉണ്ടായ അവനിലെ സംഘർഷം അവനൊരു മരണകരമായൊരു അറ്റാക്ക് ഉണ്ടാകാൻ മാത്രം ആകാം. ഇന്നും ഒന്ന് പരിശോധിച്ച് നോക്കൂ, കോർട്ടുകളിൽ സംഭവിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ തൊട്ട് സത്യം ചെയ്തിട്ട് ഞാൻ സത്യം അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞ് എത്രയോ പേര് തലകറങ്ങി വീണിട്ടുണ്ടെന്ന് പറയും. കാരണം അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യനിലുണ്ടാകുന്ന ഒരു ഡിസോർഡറിൽ നിന്നുണ്ടാകാം. അപ്പോൾ അതിനെ അന്നത്തെ ആളുകൾ ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് ദൈവം പോസിറ്റീവായിട്ട് ഒരാളെ അടിച്ചു വീഴിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അത്ര ക്രൂരനായിട്ട് യേശുക്രിസ്തുവിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാരണം യേശുക്രിസ്തുവിൽ കാണാത്തത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരിക്കലും. ഇനിയിപ്പം ദേവാലയത്തിൽ, ജെറുസലം ദേവാലയത്തിൽ വെച്ച് യേശു കോപിച്ച് ചാട്ടവാറ് എടുത്തു, അടിച്ച് എല്ലാത്തിനെയും പുറത്താക്കി. അടിച്ച് പുറത്താക്കി എന്നുള്ളത് ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷെ ആളുകളുടെ തലയിലിരിക്കുന്നത് അടിച്ചെന്ന്. ഞാൻ അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനത് അടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നീ എവിടെ നീ എന്ന ജെറുസലേം ദേവാലയത്തിലെ ഉയർത്തിയ ചാട്ടവാറ് ചുഴറ്റിയ ഹുങ്കാരശ്രുതി എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ശിഷ്യന്മാർ ആ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ശിഷ്യന്മാർ ആ സംഭവത്തെ ശരിയായ രീതിയിലാണ് കാണുന്നത്. ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ പവിത്രത സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അറിയാവുന്നതുകൊണ്ട് അശുദ്ധമായതൊന്നും ദേവാലയത്തിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ അധികാരം, ദൈവത്തിൽ നിന്ന് കിട്ടിയ അധികാരം, ആ തീഷ്ണത അവനെ ജ്വലിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം. ആ തീഷ്ണത അവൻ ജ്വലിച്ചുപോയി. അല്ലാതെ അവിടെ കോപമല്ല ഉണ്ടായത്. പിന്നെയോ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട്, ദൈവകാര്യങ്ങളെക്കുറിച്ച്, പിതാവിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് അവൻ ജ്വലിക്കുകയായിരുന്നു. അത് ഇപ്പം ഞാൻ പറയട്ടെ, സൗമ്യത, ആത്മസംയമനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. യേശു അവിടെ പ്രവർത്തിച്ചത് സൗമ്യതയോടും ആത്മസംയമനത്തോടും കൂടിയാണ്. വികാരത്താൽ ഭരിക്കപ്പെട്ടല്ല ചെയ്തത്.
സാധാരണ ആളുകൾ, കോപമുള്ള ആളുകൾ വികാരത്താൽ നയിക്കപ്പെട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്കൊരാളെ ശാസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശാസിക്കേണ്ട കേസിൽ ശാസിക്കണം. ശാസിക്കുന്നത് എങ്ങനെയാണ്? സൗമ്യതയോടും ആത്മസംയമനത്തോടും കൂടിയാണ് ശാസിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളുടെ നിയന്ത്രണം വിട്ട് വാക്കുകൾ പോകരുത്. പക്ഷേ ഈശോ അവിടെ ശരിക്ക് സൗമ്യതയും ആത്മസംയമനവും ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. പക്ഷെ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. കാരണം ദേവാലയത്തിൻ്റെ പവിത്രതയെ അവർക്ക് ബോധ്യപ്പെടുത്താൻ, അല്ലാണ്ട് ആരെയും അവിടെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി 2 തരം തിരുവെഴുത്തുകളുണ്ട്. ഒന്ന് യേശുവിൻ്റെ ഇടപെടലില്ലാതെ നടന്ന സംഭവങ്ങൾ, മറ്റൊന്ന് തിരുവെഴുത്തിനനുസരിച്ച് യേശു ഇടപെട്ടത്. രണ്ടുമുണ്ട്. ഈ രണ്ടും ഇല്ലെങ്കിൽ വിശ്വാസ്യത കുറയും. തിരുവെഴുത്ത് ശരിയാകണം എന്ന് പറയുന്നത് ഒരു ഭാഷാപ്രയോഗമാണ്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ തിരുവെഴുത്ത് ശരിയായി എന്ന് പറയുന്നതാണ് ശരിയായ ഒരു പ്രയോഗം. പക്ഷെ പലപ്പോഴും ഈ ഭാഷാപരമായ ചില പ്രയോഗങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത്രേ ഉള്ളൂ. ഈശോ ദേവാലയത്തിൽ വെച്ച് കോപിച്ചെന്നും പൊട്ടിത്തെറിച്ചെന്നും ചാട്ടവാറെടുത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നത് ആ രീതിയിലല്ല കാണേണ്ടത്. ഈശോ ചെയ്തത്രേ ഉള്ളൂ. അവിടെ ദേവാലയം ഇത്രയും മോശമായിട്ട്, അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു വിടുന്നു. ഇങ്ങനെയല്ല വേണ്ടത്, അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് അധികാരം ഉപയോഗിച്ചു. ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതനേക്കാൾ വലിയ അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം എവിടെ നിന്ന് കിട്ടിയതാണ്? ദൈവത്തോട് വിശ്വസ്തത കാണിച്ചപ്പോൾ ഉണ്ടായതാണ്. ഈ അധികാരം നമുക്കൊക്കെ കിട്ടും. ഈശോയോട് അത്രമാത്രം വിശ്വസ്തത കാണിക്കുകയും അത്രമാത്രം ഈശോയോട് വിധേയപ്പെടുകയും ചെയ്താൽ യേശുവിൻ്റെ കർത്തൃത്വവും അധികാരവും നമുക്കും കിട്ടും. നമുക്കും അങ്ങനെ പറയാൻ പറ്റും. അവിടെ മറ്റേ അധികാരമൊന്നും വേണമെന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈശോ അത്തിമരത്തെ ശപിച്ചു എന്ന് കാണുന്നു. പക്ഷേ ഈശോ അത്തിമരത്തെ ശപിച്ചു എന്നുള്ളത് ശിഷ്യന്മാർക്ക് തോന്നിയതാണ്. സുവിശേഷം പ്രിന്റ് ചെയ്തവർ അങ്ങനെ ഒരു ഹെഡിങ് ഇട്ടിട്ടുണ്ട്, ഈശോ അത്തിമരത്തെ ശപിക്കുന്നു. ഈ ഹെഡിങ് ഒക്കെ അച്ചടിച്ചപ്പോഴും എഴുതി ചേർത്തപ്പോൾ എഴുതിയതാണ്, കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താ? ഒരു കാര്യം ഈശോ പറഞ്ഞ് വ്യക്തമാക്കുമായിരുന്നു. എന്തായിരുന്നു അത്? വിശ്വാസത്തോടെ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. ഈ തൂസാവൃക്ഷത്തോട് ചുവടെ പിഴുത് കടലിൽ പോകാൻ പറഞ്ഞാൽ പോകും. എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. ഒരു കടുമണിയോളം വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ പറഞ്ഞാൽ അതിനൊരു തെളിവ് കാണിച്ചതാണ്. ഈ അത്തിവർഷത്തെ അവിടുന്ന് നിന്നിൽ നിന്ന് ആരും ഫലം കഴിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. ഇതിന് നിലനിൽപ്പില്ലാതിരിക്കട്ടെ. അപ്പോൾ യേശു പറഞ്ഞ പോലെ അവിടെ സംഭവിച്ചു. പെട്ടെന്ന് കാണാവുന്ന ഒരു സംഭവം, ആർക്കും മനസ്സിലാവുന്ന ഒരു സംഭവം. അപ്പോൾ അത് ഒരു അടയാളമായിരുന്നു. പറയുന്ന പോലെ സംഭവിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ശപിച്ചതല്ല. ഉദാഹരണത്തിന് അത്തിമരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇല അല്ലെങ്കിൽ തളിർക്കുകയും ആ തളിർപ്പ് വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പൂമുട്ടുകൾ വരികയും അത് കായ്ക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ അത്തിമരം തളിർത്തതല്ലാതെ പൂമുട്ടുകൾ ഉൽപ്പാദിപ്പിച്ചില്ല. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും പ്രദാനം ചെയ്യാതെ എല്ലാം തനിക്ക് വേണ്ടി സ്വരൂപിച്ച് വെക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകം കൂടെയാണ്. അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അവരുടെ വിധി നിലനിൽക്കാൻ അവകാശമില്ലാത്തൊരു വിധിയാണ് എന്നൊരു വ്യാഖ്യാനം അതിന് കേട്ടിട്ടുണ്ട്. കണ്ടാത്തൊന്നും പുണ്യവാനാണ്, പക്ഷേ അതങ്ങനെയൊന്നും ഇല്ല. ആ ഒരവസ്ഥ. അല്ലെങ്കിൽ തന്നെ തന്നതെല്ലാം തനിക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുകയില്ല. അഥവാ വേറൊരു നല്ല വാക്കിൽ പറഞ്ഞാൽ ശിക്ഷ ദൈവത്തിൽ നിന്ന് അല്ല. ദൈവം ഇടപെടേണ്ടടുത്ത് ദൈവത്തെ ഇടപെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡറുകളും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെയാണ് ശിക്ഷ. അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചു എന്ന് പറയുകയല്ല വേണ്ടത്. ശിക്ഷ ദൈവത്തിൽ നിന്ന് അല്ല. ശിക്ഷയുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്, പക്ഷെ ദൈവം തരുന്നതല്ല. അതാണ് യോഹന്നാൻ 3:16 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അല്ല, അവൻ മൂലം രക്ഷ പ്രാപിക്കാനാണ്. അപ്പം ശിക്ഷയിൽ കിടക്കുന്നവരെ പിന്നെ ശിക്ഷിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ദൈവത്തെ നഷ്ടപ്പെട്ട് നിത്യജീവനെ നഷ്ടപ്പെട്ട് ദുഃഖദുരിതങ്ങൾ കിടക്കുന്നവനെ
പിന്നെയും ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയത്? അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി. അപ്പം ദൈവം രക്ഷിക്കുകയേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ശിക്ഷാവിധി ഉണ്ട്. ഏതാണ് ശിക്ഷാവിധി? ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും രക്ഷിക്കുന്നവൻ ലോകത്തിലേക്ക് വന്നിട്ടും രക്ഷ കൈയെത്തുന്നിടത്ത് ഉണ്ടായിട്ടും അത് സ്വീകരിക്കാതെ രക്ഷയെ തിരസ്കരിക്കുന്നതാണ് ശിക്ഷ. രക്ഷയെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ശിക്ഷ. അപ്പോൾ അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചു എന്നാരും പറയരുത്. ദൈവം ശപിച്ചു എന്ന് പറയരുത്. ദൈവത്തിൻ്റെ ക്രോധമെന്നോ കോപമെന്നോ പറയരുത്. അതുപോലെ തന്നെ ദൈവം എന്നോട് ക്ഷമിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. യേശുവിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ കാണുന്ന ആർക്കും ഇത് പറയാൻ പറ്റില്ല. ചില വാചകങ്ങളിലേക്ക് നോക്കിയിട്ട് ദൈവത്തെ കാണുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമ്മൾ ചില വാചകങ്ങളിലേക്കും വാക്യങ്ങളിലേക്കും നോക്കിയിട്ട് ദൈവത്തെ കാണരുത്. യേശു എന്ന ആളിലേക്ക് നോക്കിയിട്ട്, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നോക്കിയിട്ട്, ഉത്ഥാനം ചെയ്തവനെ നോക്കിയിട്ട് ദൈവത്തെ കാണണം. എന്നിട്ട് വേണം നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആശയം വിശദമാക്കുന്നത് വാക്കുകൾ കൊണ്ടല്ലേ. അപ്പോൾ ആ വാക്ക് ഒരു കൺവെൻഷണലായിട്ട് അതിൻ്റെ പിന്നിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് ആളുകൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ ആളുകൾ ഭയപ്പെടാൻ കാരണമാകുന്നു. ശിക്ഷ ദൈവത്തിൽ നിന്നല്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്വീകരിക്കാനും പാപം ഉപേക്ഷിക്കാനും കാരണമാകുന്നു. ദൈവം ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയുകയും എങ്കിലും അവിടുന്ന് കരുണ കാണിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ആളുകൾ ഒരു തെറ്റായ അറിവിലേക്ക് പോകും. അവസാന നേരമെങ്കിലും കരുണ കാണിച്ച് ഈ പാപം ചെയ്ത എന്നെയും കൂടി, പാപം ഉപേക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെയും കൂടി കരുണ കാണിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുള്ള ഒരു ചിന്ത അവരിൽ വരികയും പാപം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അപകടമുണ്ട്. ഞാൻ പറയുന്നത്, ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വിശ്വാസത്തിൽ തന്നെ ദൈവം കരുണ കാണിക്കുന്നവനും ആണ് എന്ന് വിചാരിച്ചാൽ ആ വ്യക്തി പാപം ഉപേക്ഷിക്കണമെന്നില്ല. കാരണം ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കും, ശിക്ഷിക്കുന്ന ദൈവമാണെങ്കിലും അവസാനം എന്നോടൊരു കരുണ കാണിക്കും. അപ്പോൾ പിന്നെ ഓൾ പ്രൊമോഷനായിട്ട് അവസാനം തപ്പി നിൽക്കുന്നവരെ കൂടെ നിങ്ങളവിടെ കയറിപ്പോക്കോ എന്ന് പറയും. പക്ഷെ ദൈവം അങ്ങനെ പറയുന്നവനല്ല. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുകയാണ്. കാരണം ഞാനാണ് വലതുവശത്ത് നിൽക്കുന്നവരോട് പറയുന്നതല്ല, പ്രവേശിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് തട്ടിക്കയറ്റി വിടുന്നതല്ല, പ്രവേശിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. ദൈവത്തിന് അനുകൂലമായ തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ അഥവാ നിത്യജീവനെ അഥവാ സ്വർഗത്തെ കിട്ടുകയുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ദൈവം എങ്ങനെ നമ്മളെ കയറ്റിവിടുന്നത്? അതാണ് പ്രശ്നം. ഉദാഹരണത്തിന്, പാപത്തിൽ നിന്ന് ഒരു വ്യക്തി ദൈവം ശിക്ഷിക്കും നരകത്തിലിടുമെന്ന് പേടിച്ചിട്ട് പാപത്തിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സ് എവിടെ ഇരിക്കും? പാപത്തിലിരിക്കും. കാരണം ദൈവം പറഞ്ഞതുകൊണ്ട് പേടിച്ച് ചെയ്യാതിരിക്കുക. കുറച്ച് നാൾ മുമ്പ് ഒരാളെന്നോട് ചോദിച്ചു, ഇത്രയും കാലങ്ങളൊക്കെ പിന്നിട്ടിട്ടും ഈ പ്രമാണങ്ങൾക്കൊക്കെ ഒരു പുനരാഖ്യാനവും നവീകരണമൊക്കെ വേണ്ടേ എന്ന്. ഞാനൊരു ഉദാഹരണം പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഇതാണ്. 6ാമത് വ്യഭിചാരം ചെയ്യരുതെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ബലാത്സംഗം ചെയ്യരുത് എന്നാക്കിയാൽ, കാരണം രണ്ടുപേര് ഉഭയകക്ഷി സമ്മതപ്രകാരം വല്ലതും ചെയ്യുന്നതിന് ദൈവം എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് അദ്ദേഹം. വാസ്തവത്തിൽ ദൈവം അത് ചെയ്യരുതെന്ന് പറഞ്ഞത്, അത് ചെയ്താൽ അത് ചെയ്യുന്നവരിൽ ആഘാതം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെതായ സംഘർഷവും ഡിസോർഡറും എല്ലാം ഉണ്ടാകും, മുറിവേൽക്കും, ദൈവത്തോടുള്ള ബന്ധം പോവും. അതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് സമൂഹത്തിലേക്ക് അതിൻ്റെതായ റെപ്പർക്കഷൻസ് ഉണ്ടാകും, അതിൻ്റെതായ വലിയ ആഘാതങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വിവാഹിതയും കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ വലിയ ബന്ധം അവിടെ അവിശ്വസ്തത കൊണ്ട് അറ്റുപോകുന്നു. പിന്നെ അവരുടെ മക്കളിലേക്ക് അത് വ്യാപിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീട് അതുവഴി ഉണ്ടാകുന്നത്. അപ്പം ദൈവം പറഞ്ഞതുകൊണ്ടല്ല ഒരു കാര്യം പ്രശ്നമാകുന്നത്, പ്രശ്നമായതുകൊണ്ടാണ് ദൈവം അത് പറയുന്നത്. പലരും വിചാരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടല്ല ഇത് പ്രശ്നമാകുന്നത്. ദൈവം ഒന്ന് മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ വെള്ളം ചില്ലി ചൂടായിരിക്കുമ്പോൾ വെള്ളം വീഴരുത് എന്ന് പറഞ്ഞതിനെ ഒന്ന് തിരുത്തി വെള്ളം വീണാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും വെള്ളം വീണപ്പെട്ടു. അതങ്ങനെ പറയുന്നതിന് കാരണം അതങ്ങനെ ആയതുകൊണ്ടാണ്. അത് മറിച്ച് പറഞ്ഞാൽ ശരിയാകില്ല.
നീ ഇപ്പോൾ വലിയ നാശത്തിലാണ് ഇരിക്കുന്നത്, നീ അത് തിരിച്ചറിയണം. തെറ്റ് ചൂണ്ടിക്കാണിക്കും, വാണിംഗ് തരും. അതുപോലെ തന്നെ ശിക്ഷണ നടപടികൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എനിക്ക് ശിക്ഷണത്തിൻ്റെതായ ലെവലിൽ എനിക്ക് അനുഭവപ്പെടും. ഉദാഹരണത്തിന്, ഞാൻ ആദ്യമായിട്ട് ബൈക്ക് പഠിച്ച് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച ആൻ്റണി അച്ഛൻ എന്നോട് പറഞ്ഞു, മണൽ കിടക്കുന്നിടത്ത് സൂക്ഷിക്കണം കേട്ടോ, വീശി എടുക്കരുത്, വീണു പോവും. അതുകൊണ്ട് മണൽ കിടക്കുന്നിടത്തോടെ പോകരുത്. എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വളവിൽ ചെന്നപ്പോൾ മണലൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഇതനുസരിച്ച് സ്പീഡ് കുറയ്ക്കാനൊന്നും സാധിച്ചില്ല. വീശി അങ്ങ് എടുത്ത് പോയി. ആദ്യത്തെ വീഴ്ച അവിടെ നടന്നു. ഇത് എനിക്കൊരു ശിക്ഷണമായി തീർന്നു. ഈ വീഴ്ച എന്ന് പറയുന്നത് എനിക്കൊരു ശിക്ഷണമായി തീർന്നു. എൻ്റെ ഗുരു പറഞ്ഞതിനെ ഞാൻ തിരസ്കരിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു വീഴ്ച പറ്റി. അപ്പോൾ എനിക്കൊരു ശിക്ഷണ നടപടി ഉണ്ടായി അവിടെ. ഇനി ഞാൻ സൂക്ഷിക്കും, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ദൈവത്തെ ധിക്കരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് തിരിച്ചടി കിട്ടും. ഈ തിരിച്ചടി ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ശിക്ഷണത്തിൻ്റെ അല്പമെങ്കിലും ദൈവത്തെ കൂടെ നിർത്തുന്ന, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ ശിക്ഷണമായിട്ട് മാറും. ശിക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ദൈവത്തെ ധിക്കരിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ശിക്ഷണത്തിൻ്റെ ചില തകർച്ചകളാണ്. ആ തകർച്ചകൾക്ക് ശിക്ഷണത്തിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അപ്പോൾ അതിനെ തിരുത്താൻ സാധിക്കും. ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം നീ ചെയ്യരുത്, ചെയ്താൽ നിനക്ക് മരണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവിക ജീവൻ നിനക്ക് നഷ്ടപ്പെടും. നിനക്ക് നിൻ്റെ സുഖം നഷ്ടപ്പെടും. സുഖം മരിക്കും, സമാധാനം മരിക്കും, സന്തോഷം മരിക്കും, നിൻ്റെ ബന്ധം മരിക്കും. ഇതെല്ലാമാണല്ലോ സംഭവിച്ചത്. നീ എന്നെ ധിക്കരിച്ചാൽ നിനക്ക് നിൻ്റെ സകല നന്മയും നിനക്ക് നഷ്ടപ്പെടും, മരണത്തിൻ്റെ അവസ്ഥയിലെത്തും എന്നാ പറഞ്ഞത്. എന്നിട്ടും ശൈത്താൻ പറഞ്ഞ് ദൈവം പറഞ്ഞതിനേക്കാൾ ശൈത്താൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിപ്പോയി. തെളിയിക്കല്ലേ? എന്നെ തെളിയിക്കാൻ പറ്റത്തില്ല, തോന്നിപ്പിച്ചു. വഞ്ചന എന്ന് പറയുന്നത് എന്താ? തോന്നിപ്പിക്കലല്ലേ? തോന്നിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനെ കുറ്റപ്പെടുത്താത്തത്. ശൈത്താൻ അവനെ വഞ്ചിച്ച് വീഴിച്ചു. അതുകൊണ്ട് ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഒരു ന്യായവും ഇല്ല. പക്ഷേ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും അവൻ്റെ വീഴ്ചയെ അവനെ ബോധ്യപ്പെടുത്തും, നീ വീണു പോയിരിക്കുന്നു. അതാണ്. പ്രൈസ് ദി ലോർഡ്.